കഴിച്ചേ? ഇത് മതി. ഉച്ചയ്ക്ക് ചോറും കൂടി കഴിച്ചിട്ട് പോയാൽ മതി. നിനക്ക് ഇഷ്ടമുള്ള കറി എല്ലാം അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിപ്പിക്ക് നല്ലൊരു 10 ദിവസം കൂടെ വിളിച്ചു ചേർത്ത്. ഹോസ്റ്റലിൽ നിന്ന് വരുമല്ലേ മോള്. അയ്യോ ഇരുന്ന് കഴിക്കും. മതിലൊക്കെ ചാടാൻ ആരോഗ്യം വേണ്ടേ. മതി എപ്പോഴും അവള് വരുമ്പോ ഇത് പറയണമെന്നൊന്നുമില്ല. ഒന്നുമില്ലല്ലോ, അവള് മര്യാദയ്ക്ക് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുന്നത് അവിടെ ജീവിച്ചത്. അമ്മ വിളിച്ചോണ്ടാ ഞാൻ വന്നത്, വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ വന്നതേ ചേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടുന്ന് മതിലിയാടെ പോന്നെ. ഷീടാ, ഇവരെയും കൂടെ തോറ്റു പോവല്ലോ. ഞാനൊന്നും പറയുന്നില്ല. നീ അതൊന്നും കാര്യാക്കണ്ട, കൊച്ചോട്ടിരുന്ന് കഴിക്കും. അഞ്ജുവേ, ആഹാ, ഇത് എപ്പോ വന്നു? ഞാനിന്ന് ഇങ്ങ് പോന്നു. അല്ലേലും മോളെ ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടാവുകയല്ലെന്നേ. ഇങ്ങനെയുള്ള ഒരു സ്വന്തം വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരും. ഞാൻ അമ്മേനെ കാണാൻ ഇന്ന് വന്നു എന്നാ ഉദ്ദേശിച്ചത്. ഞാനിവിടെ പിള്ളേരോട് എപ്പോഴും പറയേ, അഞ്ജനയെ കണ്ട് പഠിക്കണം. ഈ പഠിത്തം മാത്രമാണോ, സ്പോർട്സ് ഒക്കെ വേണ്ടേ? ഈ സ്പോർട്സിൽ ഹൈ ജമ്പ് ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ ഈ മോളി മതില് ചാടി പോയത്. ആന്റി, ഞാൻ മതില് ചാടിയല്ല പോയത്. ഇവിടെ എന്റെ ചേട്ടായി അമ്മ ഇല്ലാത്തപ്പോഴേ ഈ ഗേറ്റ് വഴി അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയത് കേട്ടോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിരിവാരൊന്നുമില്ല. അഞ്ജലി ഇങ്ങോട്ടല്ലേ വന്നേ? മോനാണോ? വാ കേറി വാ. ഞാൻ അവളോട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നാ. അവളകത്തുണ്ട്, വാ കേറി വന്ന് സംസാരിക്കാം. വേണ്ട, ഞാൻ അവളോട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നാ. ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. ഇച്ചായ, ഇതാണോ നിന്റെ യൂണിവേഴ്സിറ്റി? ഇവിടുന്നാണോ നിനക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്? ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി ചെന്നപ്പോഴാ ഓർത്ത സർട്ടിഫിക്കറ്റ് ഇവിടെയാണല്ലോ എന്ന്. ഇച്ചായ, ഞാനങ്ങ് പേടിച്ചു പോയി. നിങ്ങളൊരു അഭിനയം, ഞാൻ തന്നെ അങ്ങ് പേടിച്ചു പോയി. എന്നെ അഭിനയം നിങ്ങളെ പേടിച്ചു പോയി ഞാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എനിക്ക് ഇന്ന് തന്നെ പോണം. അമ്മ സമ്മതിക്കണം. നിന്ന് നിൽപ്പില്ലല്ലേ ആള് പറയുന്നത്. അമ്മേ, ഒരു വിധത്തിലായ ചേട്ടനെ ഇവിടെ നിർത്താന്ന് പറഞ്ഞത്. അത് നന്നായി. ജോലി സ്ഥലത്തും വിളിച്ചു പറഞ്ഞ് ഇന്ന് വരുന്നില്ലെന്ന്. ഈ പറഞ്ഞ പോലെ മോൻ എന്നാ ജോലി എന്നാ പറഞ്ഞേ? ഓട്ടോമൊബൈല്. ഓട്ടോ ഓടിക്കുന്നല്ലേ പറഞ്ഞു. ഓട്ടോ ഓടിക്കും. പിന്നെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരന്റെ കടയുണ്ട് മൊബൈലിന്റെ, അവിടെ ഇടയ്ക്ക് പോയി നിൽക്കും. എന്നാ ഇതൊക്കെ കുറഞ്ഞ പണിയാണോ? പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ആക്കിയതേ ഉള്ളൂ. ഇപ്പൊ വേറെ ആരുടെ ഓട്ടോ ഓടിക്കുന്നേ, സ്വന്തമായിട്ടൊരു ഓട്ടോ വേണമെന്നൊക്കെ ഉണ്ട്. ഇനി കാശൊക്കെ ഒത്തു വരണം. നീ ഇവിടെ സംസാരിച്ചിട്ടുണ്ട, കോഴി മേടിച്ചോ? ഏയ്, കോഴിയൊന്നും വേണ്ട. ഇച്ചാനൊന്നും കഴിക്കത്തില്ല. മട്ടൻ മേടിച്ചാ മതി. ആർക്കും മട്ടൻ ഇഷ്ടമല്ലേ? നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ? കറക്റ്റ് അല്ലേ സൈസൊക്കെ? വൈകിട്ട് ഞാൻ വിളിക്കാൻ വരാവേ. ലഡു വേണം, ജിലേബി വേണം. വൈകുന്നേരം വരാം. അമ്മേ, ഞാനൊന്ന് ഇറങ്ങിക്കോ. വൈകുന്നേരം ഒന്ന് വിളിച്ചോണ്ട് പോകാം. ഇടയ്ക്കൊക്കെ ഇറങ്ങും കേട്ടോ. എന്റെ അതേപോലെ തന്നെ പിന്നെ എളീനുണ്ടല്ലേ? എടാ, നിന്റെ തന്നെയാടാ. ജയം പറയുവാ, ആ ബനിയൻ ഇടുമ്പോ അളിയൻ കൂടെ ഉള്ള പോലെയാന്ന്.
ആ